നാടകീയ നീക്കത്തിനാണ് ഇന്ന് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത്. അത്യപൂർവ സംഭവമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. വോട്ടെണ്ണൽ നടക്കുന്നതിന് മുൻപ് തന്നെ, വോട്ടെടുപ്പിന് മുൻപ് തന്നെ ഗുജറാത്തിലെ BJP സ്ഥാനാർത്ഥി സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുകയാണ്. മറ്റെതിർ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പിന്തള്ളി മുന്നിട്ട് വന്നത് എങ്ങനെയെന്നുള്ള ഒരു അങ്കലാപ്പ് തന്നെയാണ് ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള BJP ഇതര പാർട്ടികൾക്കുള്ളത്. ഗുജറാത്തിൽ BJPക്ക് ഇങ്ങനെ അസാധാരണമായ വിജയമുണ്ടായപ്പോൾ അതിൽ ശക്തമായ അമർഷവും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് സൂററ്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാലാണ് ഇതിലില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്നും പിന്മാറുന്നൊരു സാഹചര്യവും, അസാധാരണമായൊരു സാഹചര്യവും ഉണ്ടായതോടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ, അതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുഭാണിയുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രികയിൽ നിലേഷിനെ നിർദ്ദേശിച്ച 3 പേരും പിന്മാറിയതാണ് ഈ പത്രിക തള്ളാനുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ചത്. മെയ് 7-ാം തീയതിയാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് ഇരിക്കുന്നതും അതിനു മുൻപായി തന്നെ അവിടെ വിജയിയെ പ്രഖ്യാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായി വിജയിക്കുന്ന ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി ഇതോടുകൂടി ഇങ്ങനെ സൂററ്റ് മണ്ഡലം മാറുകയാണ്. സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ ജേതാവായി പ്രഖ്യാപിച്ച സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. ഒരു ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടുവെന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നത്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശമുണ്ട്. ആ അവകാശത്തെ പൂർണ്ണമായും കവർന്നെടുത്ത ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമായി തന്നെയാണ് നോക്കിക്കാണേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ തിരഞ്ഞെടുപ്പ് വെറും സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് മാത്രമായി നോക്കിക്കാണരുത്. ഇതെന്ന് പറയുന്നത് രാജ്യത്തെയും ഭരണഘടനയെയും രക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് ആവർത്തിക്കുമെന്നും സമൂഹ മാധ്യമത്തിലൂടെ രാഹുൽ ഗാന്ധി കുറിച്ചു. എക്സിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമാണ് എതിരില്ലാതെ ഉണ്ടായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പറയുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ വോട്ടെടുപ്പിനായി ബാക്കി നിൽക്കെ പത്രിക സമർപ്പണം പൂർത്തിയാക്കിയപ്പോഴാണ് BJP സൂററ്റിൽ, ഗുജറാത്തിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. സൂററ്റിലെ BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ വിജയിച്ചതിനെതിരെ ശക്തമായ വിമർശനം ഇതുപോലെ പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ശനിയാഴ്ചയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുഭാണി അദ്ദേഹത്തെ പിന്താങ്ങിയ 3 പേർ പിന്മാറിയത്. തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് സത്യവാങ്മൂലം നൽകിയത്. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പിന്താങ്ങാനായി ഇവരെ ഉപയോഗിച്ചുവെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. തൊട്ടു പിന്നാലെ നിലേഷ് കുഭാണിയുടെ പത്രികയും തള്ളി. കോൺഗ്രസ് പിന്നാലെ ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പടസലയും സമാനമായ രീതിയിൽ പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം, അതായത് ഇന്ന്, 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായതിൽ 7 പേരും പിന്മാറി. അതോടുകൂടിയാണ് എതിരില്ലാതെ മുകേഷ് ദലാലിനെ തിരഞ്ഞെടുത്തത്. നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒരുപോലെ തന്നെ പിന്മാറിയത് അസാധാരണമായൊരു സംഭവമാണ്. അതിനു പിന്നിൽ BJP ആണെന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ് പ്രതിനിധി സംഘം സൂററ്റ് ഫലം റദ്ദാക്കണമെന്ന ആവശ്യമാണ് നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ നിലേഷ് കുഭാണിയുടെ പത്രിക തള്ളിയ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഗുജറാത്ത് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. ആം ആദ്മി സഖ്യവുമായി സംസ്ഥാനത്ത് വലിയൊരു തിരിച്ചുവരവിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനിടയിൽ പാർട്ടിയെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി തന്നെയാണ് സൂററ്റിലെ BJPയുടെ ഈ വിജയത്തെയും സൂചിപ്പിക്കേണ്ടത്.